ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയടിക്കാൻ കോൺഗ്രസ് പാർട്ടി തന്നെ മത്സരിച്ച് പണിയെടുക്കുന്നതിന്റെ ഏറ്റവും പുതിയതും നാടകീയവുമായ രംഗങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിലും കേരളത്തിലുമായി അരങ്ങേറുന്നത്. മാസങ്ങളോളം അപ്രഖ്യാപിത വിലക്ക് കൽപ്പിച്ച് മാറ്റി നിർത്തിയ ശശി തരൂർ എന്ന വിശ്വപൗരനെ ഇപ്പോൾ പൊന്നുപോലെ എടുത്തണിഞ്ഞ് ഹൈക്കമാൻഡ് നടത്തുന്നത് ഈ രാഷ്ട്രീയ കളി പാർട്ടിയുടെ അതിജീവനത്തിനായുള്ള മാസ്റ്റർ സ്ട്രോക്ക് ആണോ അതോ സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാനുള്ള മറ്റൊരു പ്രഹസനമാണോ എന്ന് കണ്ടറിയണം. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദം എന്ന കിരീടം സോണിയാഗാന്ധി തന്നെ നേരിട്ട് തരൂരിന്റെ ശിരസിൽ ചാർത്തി കൊടുക്കുമ്പോൾ അതേ നിമിഷം കേരളത്തിലെ കോൺഗ്രസ് കോട്ടകളിൽ അസംതൃപ്തിയുടെയും അമർഷത്തിന്റെയും അഗ്നിപർവ്വതങ്ങൾ പുകയുകയാണ്. ഒരു വശത്ത് തരൂരിനെ കൂടെ നിർത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് ഭാവിയില്ലെന്ന് ഡൽഹിയിലെ രാജാക്കന്മാർ തിരിച്ചറിയുന്നു. മറുവശത്ത് തരൂർ വളർന്നാൽ തങ്ങളുടെ സാമ്രാജ്യങ്ങൾ തകർന്നടിയുമെന്ന് കേരളത്തിലെ ഗ്രൂപ്പ് പ്രമുഖന്മാരും ഭയക്കുന്നു. ഈ അധികാര വടംവലിയിൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഒരു സർക്കസ് കൂടാരത്തിലെ കോമാളിക്കൂട്ടമായി മാറുന്നതാണ് രാജ്യം കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ മോദിയെ വാഴ്ത്തിയും പാർട്ടി നിലപാടുകളെ പുഷ്ടിച്ചു തള്ളിയും കോൺഗ്രസിന്റെ നെഞ്ചിൽ തീ കോരിയിട്ട അതേ തരൂരിനെ എന്തിനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഇത്രയധികം ലാളിക്കുന്നത്? അവനെ പുറത്താക്കൂ എന്ന് കേരളത്തിലെ നേതാക്കൾ ഒറ്റക്കെട്ടായി അലറി വിളിച്ചിട്ടും വേണ്ട, അവനെ നമുക്ക് വേണമെന്ന് സോണിയയും രാഹുലും ഉറപ്പിച്ചു പറയുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ തരൂരിനെ പോലൊരു ജനകീയ മുഖത്തെ പിണക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നു. പ്രത്യേകിച്ച് NSS പോലുള്ള സമുദായ സംഘടനകൾ പോലും തരൂരിന് പരവതാനി വിരിക്കുമ്പോൾ ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല. ഡൽഹിയിലെ NSS ചടങ്ങിൽ തരൂർ മുഖ്യാതിഥിയായതും ഹൈക്കമാൻഡിന്റെ ഈ പുതിയ പ്രേമവും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. ഞങ്ങൾ വിചാരിച്ചാലേ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കൂ എന്ന് അഹങ്കരിക്കുന്ന കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാർക്ക് ഹൈക്കമാൻഡ് നൽകുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് തരൂരിന്റെ ഈ പുനരവതാരം. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ട് ഫോണിൽ വിളിച്ച് തിരുവനന്തപുരത്തെ മഹിളാ കോൺഗ്രസിന്റെ സമരവേദിയിലേക്ക് തരൂരിനെ ക്ഷണിച്ചപ്പോൾ അത് വെറുമൊരു ക്ഷണമല്ലായിരുന്നു. നിങ്ങൾ എതിർത്താലും ഞങ്ങൾ തീരുമാനിച്ചത് നടപ്പാക്കും എന്ന ശക്തമായ താക്കീതായിരുന്നു അത്. VD സതീശനും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കൾക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടും തരൂരിനൊപ്പം ഒരേ വേദിയിൽ ഇരിക്കേണ്ടി വന്നത് ഈ ഹൈക്കമാൻഡ് സർജിക്കൽ സ്ട്രൈക്കിന്റെ ഫലമാണ്. തരൂരിനെ ഇനിയും അവഗണിച്ചാൽ അദ്ദേഹം BJP പാളയത്തിലേക്ക് ചേക്കേറുമോ എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കഴിവുള്ളവരെ പുറത്താക്കി കഴിവില്ലാത്തവരെ സ്ഥാനമാനങ്ങൾ നൽകി വളർത്തുന്ന കോൺഗ്രസിന്റെ ശീലം മുതലെടുക്കാൻ BJP എപ്പോഴും തയ്യാറാണ്. ആ അപകടം ഒഴിവാക്കാനാണ് ഈ പ്രീണന രാഷ്ട്രീയം. ഹൈക്കമാൻഡിന്റെ കടുംപിടുത്തത്തിന്റെ പിന്നിൽ കേരളത്തിലെ നേതാക്കൾ തൽക്കാലം അടങ്ങിയിരിക്കുകയാണെങ്കിലും അവരുടെ ഉള്ളിൽ കനലുകൾ എരിയുമെന്നത് ഉറപ്പാണ്. മഹിളാ കോൺഗ്രസിന്റെ വേദിയിൽ തരൂരിനൊപ്പം ചിരിച്ചുകൊണ്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തെങ്കിലും ആ വേദി വിട്ടുകഴിഞ്ഞാൽ തരൂരിന്റെ ചിറകരിയാൻ തയ്യാറായി നിൽക്കുന്ന നേതാക്കന്മാരാണ് പുറത്തുള്ളത്. ഇപ്പോൾ ഹൈക്കമാൻഡിനെ പരസ്യമായി ധിക്കരിക്കുന്നത് അപകടമാണെന്ന് ഈ നേതാക്കന്മാർക്കും അറിയാം. എന്നാൽ തരൂരിൽ നിന്ന് ചെറിയൊരു പിഴവ് വന്നാൽ അതിനെ മുതലെടുത്ത് തരൂരിനെ പടിക്ക് പുറത്താക്കുവാനും ആ നേതാക്കന്മാർക്കറിയാം. ഡൽഹി ആരു ഭരിച്ചാലും കേരളത്തിലെ പാർട്ടി ഞങ്ങളുടെ കയ്യിലാണ് എന്ന മനോഭാവമാണ് ഇവർക്ക്. തങ്ങളുടെ ഗ്രൂപ്പ് യോഗങ്ങളിൽ തരൂരിനെ എങ്ങനെ ഒതുക്കാം എന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചനകൾ ഇനിയും പാർട്ടിക്കുള്ളിൽ തുടരും. പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ സ്വാധീനമില്ലാത്ത തരൂരിനെ നേതാക്കൾക്കിടയിൽ ഒറ്റപ്പെടുത്താൻ ഇവർക്ക് എളുപ്പമാണ്. വേദിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ ഒരു അന്യനായി നിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതും ഉറപ്പാണ്. ഈ ബഹളങ്ങൾക്കിടയിൽ തരൂര് കളിക്കുന്നത് ഒരു ടീം ഗെയിം ആണോ അതോ സ്വന്തം സ്കോർ ഉയർത്തുവാനുള്ള ഒറ്റയാൾ പോരാട്ടമാണോ? രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അത് കോൺഗ്രസ് നേതാക്കൾക്കുള്ള ഒരു സൂചന കൂടിയാണ്. എന്റെ വഴി വേറെയാണ്, എന്നെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കരുത് എന്ന സന്ദേശമാണത്. ഹൈക്കമാൻഡ് തനിക്ക് നൽകുന്ന ഈ പ്രൊട്ടക്ഷൻ കേരളത്തിലെ ഗ്രൂപ്പ് കോട്ടകൾ തകർത്ത് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തുവാനുള്ള ഒരു അവസരമായാണ് തരൂര് കാണുന്നത്. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ കൂടെ നിൽക്കാത്ത കേരള നേതാക്കളോടുള്ള മധുര പ്രതികാരം കൂടിയാകാം ഇത്. അപ്പോൾ തരൂരും കോൺഗ്രസും തമ്മിലുള്ള മഞ്ഞുരുകിയോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. തിരഞ്ഞെടുപ്പ് എന്ന യുദ്ധം ജയിക്കാൻ വേണ്ടി പരസ്പരം വെറുക്കുന്ന രണ്ട് സൈന്യങ്ങൾ തൽക്കാലത്തേക്ക് ഒന്നിച്ചുവെന്നേയുള്ളൂ. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങുമ്പോൾ ഈ സമാധാനം അവസാനിക്കും. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാൽ തോൽവിയുടെ ഉത്തരവാദിത്തം പരസ്പരം പഴിചാരി ഈ നേതാക്കൾ വീണ്ടും തെരുവിൽ തല്ലുകൂടും. ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഈ കളിയിൽ ജയിക്കുന്നത് ആരായാലും തോൽക്കുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെയായിരിക്കും.